ആദ്യം നമുക്ക് ഷിനോജിന്റെ അടുത്തിലേക്കാണ് പോകേണ്ടത്. നിയമവിധേയമായി ഗർഭചിത്രം നടത്താനുള്ള മാർഗനിർദ്ദേശങ്ങൾ പ്രഖ്യാപിച്ചതും ഈദ് അവധി ദിനങ്ങൾ പ്രഖ്യാപിച്ചതുമാണ് യുഎയിൽ നിന്നുള്ള പ്രധാന വാർത്ത. ഷാർജയിൽ പുരോഗമിക്കുന്ന കമോൺ കേരള മേളയിൽ നടി പാർവതി തിരോത്ത്, അഞ്ജലി മേനോൻ എന്നിവരുൾപ്പെടെ 6 വനിതകൾക്ക് ഇൻഡോ അറബിക് എക്സലൻസ് പുരസ്കാരവും ഇന്ന് സമ്മാനിച്ചു. അവിടെ നിന്നും കൂടുതൽ വിവരങ്ങൾ ഷാർജയിൽ നിന്നും ഷിനോജ് ഷംസുദ്ദീൻ നൽകും. ഷിനോജ്, എങ്ങനെയുണ്ട് കമോൺ കേരള? മാത്രമല്ല, ഈ ദുബായ് സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട വാർത്തകൾ വരുന്നത് അവിടെ ഈദിൻ്റെ അവധി പ്രഖ്യാപിച്ച വാർത്ത വരുന്നുണ്ട്. ഒപ്പം തന്നെ നിയമവിധേയമായി ഗർഭചിത്രം നടത്താനുള്ള മാർഗനിർദ്ദേശങ്ങളൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ വാർത്തകളുടെയൊക്കെ ഒരു സാരാംശം? യുഎയിൽ ഗർഭചിത്രം നിയമവിധേയമായി നടപ്പാക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിച്ചു എന്നുള്ളതാണ് ഇന്നത്തെ പ്രധാന വാർത്തകളിലൊന്ന്. ഏതൊക്കെ നടപടിക്രമങ്ങളാണ് ഇതിനായി പാലിക്കേണ്ടത് എന്നുള്ളതാണ് മന്ത്രാലയം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഇതിനായി ഒരു പ്രത്യേക സമിതി ഓരോ ഹെൽത്ത് അതോറിറ്റിയുടെയും കീഴിൽ ഓരോ എമിറേറ്റിലും രൂപീകരിക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ സമിതിയായിരിക്കും ഗർഭചിത്രത്തിനായിട്ടുള്ള അപേക്ഷകൾ പരിഗണിക്കുക. ഇതിൽ സൈക്കാട്രി വിഭാഗത്തിൽ നിന്നുള്ളവർ, ഗൈനക്കോളജി വിഭാഗത്തിൽ നിന്നുള്ളവർ എന്നിങ്ങനെ പല മേഖലകളിലുള്ള വിദഗ്ധരെ ഉൾപ്പെടുത്തണം എന്നുള്ള നിർദ്ദേശമുണ്ട്. ഈ സമിതിയാണ് അപേക്ഷകൾ പരിഗണിക്കുക. നിയമവിധേയമായി ഗർഭഛിദ്രം നടത്തേണ്ടതുണ്ടോ എന്നുള്ള അനുമതി നൽകുന്നത് ഈ സമിതിയായിരിക്കും. ഈ സമിതിയുടെ അനുമതി ലഭിച്ചാൽ മാത്രമേ രാജ്യത്ത് ഗർഭഛിദ്രം നടത്താൻ പാടുള്ളൂ. തന്നെയുമല്ല, ലൈസൻസ് ഉള്ള സ്ഥാപനങ്ങൾ, അതേപോലെ തന്നെ ക്വാളിഫൈഡ് ആയിട്ടുള്ള വിദഗ്ധർ എന്നിവരുടെ നേതൃത്വത്തിൽ മാത്രമായിരിക്കണം ഗർഭഛിദ്രം നടത്തേണ്ടത്. മറ്റൊരു നിബന്ധനയുള്ളത് 5 സാഹചര്യങ്ങൾ UAE ആരോഗ്യ മന്ത്രാലയം ഗർഭഛിദ്രം നടത്തുന്നതിനായി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിലൊന്ന്, ഗർഭിണിയുടെ ജീവൻ അപകടത്തിലാകുന്ന സാഹചര്യത്തിലാണ് ഗർഭഛിദ്രത്തിന് അനുമതി നൽകുന്നത്. അത്തരത്തിൽ 5 സാഹചര്യങ്ങൾ മാത്രമേ രാജ്യത്ത് നിയമവിധേയമായി ഗർഭഛിദ്രം നടത്താൻ പാടുള്ളൂ എന്ന് ആരോഗ്യ മന്ത്രാലയം ഒരിക്കൽ കൂടി വ്യക്തമാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഏതെങ്കിലും സാഹചര്യത്തിൽ ഗർഭഛിദ്രത്തെ തുടർന്ന് ഈ ഗർഭിണിക്ക് ജീവൻ അപകടപ്പെടും എന്നുണ്ടെങ്കിൽ യാതൊരു വിധത്തിലും ഗർഭഛിദ്രത്തിന് അനുമതി നൽകരുത് എന്നുള്ളതാണ് നിർദ്ദേശം. അതേപോലെ തന്നെ ഗർഭകാലം 120 ദിവസം പിന്നിട്ടിട്ടുണ്ടെങ്കിലും ഗർഭഛിദ്രം അനുവദിക്കില്ല എന്ന് UAE ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. മറ്റൊരു സുപ്രധാന വാർത്ത എന്നുള്ളത് UAEയിൽ ഈദ് അവധി ദിനങ്ങൾ പ്രഖ്യാപിച്ചു. ജൂൺ 15 മുതൽ 18 വരെ 4 ദിവസമാണ് UAEയിൽ ഈദ് അവധി ദിനങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇത് സ്വകാര്യ മേഖലയ്ക്കും അതേപോലെ തന്നെ സർക്കാർ മേഖലയ്ക്കും ഒരുപോലെ ബാധകമാണ് എന്ന് UAE തൊഴിൽ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. കമോൺ കേരള മേള ഷാർജയിൽ തുടരുകയാണ്. ഇന്ന് മേളയുടെ 2ാം ദിവസമാണ്. അല്പം മുമ്പ് ഇൻഡോ അറബ് എക്സലൻസ് പുരസ്കാരങ്ങൾ ഷാർജയിൽ വിതരണം ചെയ്തു. നടി പാർവതി തിരുവോത്ത്, അതേപോലെ തന്നെ 6 വനിതാ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച 6 വനിതകളാണ് ഇൻഡോ അറബ് എക്സലൻസ് പുരസ്കാരങ്ങൾ സ്വീകരിച്ചത്.